അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈദ് വ്ളോഗാണ്. ഈദ് കഴിഞ്ഞ് ഒരു ദിവസമായിട്ടുണ്ട്. കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ വീഡിയോയിൽ ഈദിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. പുറത്തെങ്ങും പോയിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെയായിരുന്നു. എല്ലാവരും അതേപോലൊക്കെ തന്നെയായിരിക്കും. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിരിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. തലേ ദിവസം തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ തലേ ദിവസം തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ഡോ ഒക്കെ തയ്യാറാക്കി അതൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നും പെരുന്നാളിൻ്റെ രാവിലെ ചായക്ക് ഉണ്ണിയപ്പമാണ് കഴിക്കാറ്. അപ്പോൾ അതൊരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ മാവ് റെഡിയാക്കി ഉച്ചയ്ക്ക് തന്നെ മാവ് റെഡിയാക്കണം, എന്നാലേ രാത്രി അത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി. ഉന്നക്കായ നമ്മൾ പൊരിക്കില്ല, അത് പിറ്റേ ദിവസം കഴിക്കുന്ന സമയത്താണ് പൊരിക്കുക. അത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. ഉച്ചയ്ക്ക് തന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രാത്രി നമുക്ക് അത്രയും അങ്ങോട്ട് പണി ഉണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് റെഡിയാക്കുകയാണെങ്കിൽ രാത്രി കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ടൈമും ഉണ്ടാവും. അപ്പം പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ തലേന്ന് തന്നെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി പൊതുവേ വെക്കാറുണ്ട്. പിന്നെ തലേ ദിവസം തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം ആകുന്ന സമയത്ത് നമ്മൾ റിലേറ്റീവ്സിനൊക്കെ വിളിക്കണം. ഈ സമയത്ത് ഇപ്പോൾ വിളിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ വിളിക്കണം, എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്യണം. അതിനൊക്കെ ടൈം കിട്ടണമെങ്കിൽ തലേ ദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും കൂടി തന്നെയാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. എല്ലാം അടിച്ചു വാരി പൊടിയൊക്കെ കളഞ്ഞു. ഈദാകുമ്പോൾ തന്നെ നമ്മൾ വീടൊക്കെ നല്ല വൃത്തിയാക്കി വെക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു സന്തോഷം. എല്ലാം ക്ലീൻ ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, നിസ്കരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ ഒരു സന്തോഷം. കാരണം നമ്മൾക്ക് പുറത്തൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുമാതിരി ഒരു ചെറുമാതിരിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും കറിയൊക്കെ പ്രിപ്പയർ ചെയ്തു, പിറ്റേന്ന് നാസ്തക്കുള്ളതൊക്കെ. പിന്നെ രാത്രിയാണ് ഉണ്ണിയപ്പം പൊരിച്ചു വെച്ചതൊക്കെ. അതാകുമ്പോൾ പിറ്റേ ദിവസമൊക്കെ കഴിക്കാനുള്ള ഉണ്ണിയപ്പം ഉണ്ടാവും. അപ്പോൾ രാത്രി തന്നെ ഉണ്ണിയപ്പമൊക്കെ ചുട്ട് നല്ല അടുപ്പുള്ള പാത്രത്തിലേക്ക് എടുത്തു വെക്കും. ഉമ്മയാണ് ഉണ്ണിയപ്പമൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. ഞങ്ങൾ ചെറുതായി ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഈ വക മെയിൻ പെരുന്നാളിൻ്റെ ഒക്കെ ഡിഷസ് ഉമ്മ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറ്. ബിരിയാണി ആയാലും റൈസ് എന്തായാലും ഉമ്മ തന്നെയാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യാറ്. നമ്മൾ ചെറിയ ചെറിയ ഹെൽപ്പ്, കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. പിന്നെ ഡെസേർട്ടിന് ഐസ്ക്രീമാണ് പ്രിപ്പയർ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് ഡെസേർട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം ഗസ്റ്റൊന്നും ആരും വരാനില്ല. പിന്നെ അനിയന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം ഐസ്ക്രീമാണ് പ്രിപ്പയർ ചെയ്തത്, വാനില ഐസ്ക്രീം. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൈം ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആരും കാണാൻ വിട്ടു പോകരുത്. കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. പൊതുവേ ഇതിന് നമ്മൾ ഡെസേർട്ടായിട്ട് പായസം ഉണ്ടാക്കാറുണ്ട്, പുഡിങ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഇതിന് ഗസ്റ്റൊന്നും വരില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അതിനൊന്നും ഒരു മൂഡ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അനിയന് പറഞ്ഞതുകൊണ്ടാണ് ഐസ്ക്രീം പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അത് അവന് വലിയ ഇഷ്ടമാണ് ഐസ്ക്രീം. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാനാണ് ആദ്യം കരുതിയത്. പിന്നെ വീട്ടിലെല്ലാവർക്കും ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വാനില ഉണ്ടാക്കിയത്. പിന്നെ തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ള നെയ്പ്പത്തലിൻ്റെ അരിയും പിന്നെ അലീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പും കുതിർത്ത് വെച്ചിരുന്നു. ഈ ഗോതമ്പ് ഓവർനൈറ്റ് കുതിർത്ത് വെക്കണം. അപ്പോൾ അത് രാത്രി തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് തലേ ദിവസത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ മെഹന്തി ഒന്നും എപ്പോഴും ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഈദ് ഡേയിലെ വിശേഷങ്ങളിലേക്ക് പോവാം.
രാവിലെ തന്നെ എണീറ്റു, എല്ലാവരും ഫ്രഷായി നിന്നിരുന്നു. കാരണം തക്ബീറൊക്കെ പള്ളിയിൽ നിന്ന് കേട്ടതിന് ശേഷം നിസ്കരിക്കാമെന്നുള്ളൊരിതിൽ. അപ്പം പള്ളിയിൽ നിന്ന് തക്ബീർ കൊടുക്കുന്നത് നമ്മൾ പുറത്തിരുന്ന് കേട്ടു. എല്ലാ പെരുന്നാളിനും ഈദ്ഗാഹിന് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് പോകാൻ പറ്റാത്തതിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഏറ്റവും വലിയത് ഈദ്ഗാഹിന് പോയി നിസ്കരിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. ഹജ്ജ് പെരുന്നാളിൻ്റെ ഒരു സുന്നത്താണ് നിസ്കരിച്ചതിന് ശേഷം ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ചായക്ക് നമ്മൾ തലേദിവസം തന്നെ ഉണ്ണിയപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ അന്ന് രാവിലെ അങ്ങനെയൊന്നും പണികളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട്. പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉമ്മ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. മന്തിയാണ് ഉണ്ടാക്കിയത്. അത് ഏകദേശം 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ സുബഹി നിസ്കരിച്ച പാടെ തന്നെ അത് പ്രിപ്പയർ ചെയ്തു. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓസി എണീറ്റത്. അങ്ങനെ അവനെ റെഡിയാക്കി, അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം ഗൾഫിൽ നിന്നൊക്കെ ഉള്ളവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോൻ്റെ പിക്സിന് വേണ്ടിയിട്ട്, ഉപ്പയും ഹസ്ബൻഡൊക്കെ. അങ്ങനെ അവനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അവനെ കുളിച്ചെടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പ്പത്തിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അരിയൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നെയ്പ്പത്തിൽ ചുട്ടു. ചിക്കൻ കറി നെയ്പ്പത്തിലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം പിന്നെ അലീസക്കുള്ള പരിപാടിയായിരുന്നു. അപ്പം അലീസ ഉണ്ടാക്കിയത് ഉമ്മ തന്നെയാണ്. ഉമ്മയാണ് പെരുന്നാളിൻ്റെ മെയിൻ ഡിഷസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ അലീസയും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാവരും ഫോൺ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ റെഡിയായിരുന്നു. 2 പെരുന്നാളും വീട്ടിൽ തന്നെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കുക, എല്ലാവരെയും വീഡിയോ കോൾ ചെയ്യുക, അത് മാത്രമായിരുന്നു മെയിൻ പരിപാടി. പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരെയും കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഉപ്പ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ അലയിലാണ്. അപ്പം ഉപ്പാൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ട് തന്നെയാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്യൽ. സാധാരണ ബാച്ചിലർ റൂമിൽ കാണുന്നതിലും കുറച്ചുകൂടി അവിടെ നല്ല അടിപൊളിയാണ്, ജോയ്ഫുള്ളാണ് അവിടുത്തെ സെലിബ്രേഷനൊക്കെ. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ സാധാരണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫോട്ടോസിൽ കാണുന്നതൊക്കെ ഉപ്പാൻ്റെ റൂംമേറ്റ്സാണ്. പിന്നെ ഉപ്പ മെയിനായിട്ട് ഉണ്ടാക്കിയ വിഭവം മുട്ടമാലയാണ്, കണ്ണൂരുകാരുടെ മുട്ടമാല. ഉപ്പ ഇത് സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു മുട്ടമാല പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അവർ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പായസവും ഉപ്പ തന്നെയാണ് തോന്നുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഫ്രൈ, മട്ടൻ ബിരിയാണി ഒക്കെയാണ് അവരുടെ മെയിൻ ഡിഷസ്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നും ഇല്ല. ഇത് തന്നെയാണ്, ഫുഡ് കഴിക്കുക, ഞങ്ങളെ വിളിക്കുക, അതൊക്കെ തന്നെയാണ് അവിടെയുള്ള സെലിബ്രേഷന്. പിന്നെ ഉപ്പ നല്ലൊരു കുക്ക് തന്നെയാണ്. ഉപ്പാൻ്റെ കുറേ വിഭവങ്ങൾ ഇൻഷാ അല്ലാ ഉപ്പ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഉപ്പാൻ്റെ 2-3 ഉപ്പാൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഇൻഷാ അല്ലാ ഷെയർ ചെയ്യണം. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും ചോറൊക്കെ കഴിച്ചു. പെരുന്നാളിന് പൊതുവേ ചോറ് നേരത്തെ തന്നെയാണ് കഴിക്കുക. 1 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കഴിച്ചു. മന്തിയാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ അലീസ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ടൊമാറ്റോ ചട്നിയും കൂടി മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നു. ഇത് തന്നെയാണ് രാത്രിയും കഴിക്കുക. പെരുന്നാളിന് സ്ഥിരം അങ്ങനെയാണ്, ഉച്ചയ്ക്ക് എന്താണോ ഉണ്ടാക്കിയത് അത് തന്നെയാണ് രാത്രിയും കഴിക്കുക. വേറെ സെപ്പറേറ്റ് ഫുഡൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അനിയന് ഐസ്ക്രീം സെറ്റാക്കാൻ വെച്ചപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ആയോ എന്നുള്ളത്. അപ്പോൾ അവന് ആദ്യം തന്നെ ഐസ്ക്രീം കൊടുത്തു. അപ്പോൾ ഈ ഐസ്ക്രീം നല്ലവണ്ണം സെറ്റായിട്ടുണ്ടായിരുന്നു. ഒരു ഓവർനൈറ്റാണ് ഞങ്ങൾ വെച്ചത്. 8 hours മതിയാവും ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് കറണ്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പം എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. അനിയത്തിയാണ് സ്കൂപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവനിക്ക് ആദ്യം തന്നെ ഐസ്ക്രീം വേഗം കൊടുത്തു. കാരണം അവൻ ഭയങ്കര ബഹളമായിരുന്നു ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിരുന്നു. 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ചായ കുടിച്ചത്. തലേ ദിവസം തന്നെ ഉന്നക്കായ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് അതെടുത്ത് പൊരിച്ചു. അപ്പം അതാണ് ചായക്ക്
കടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു ചായ കുടിച്ചു. ഇത്രയൊക്കെയാണ് പെരുന്നാളിൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ച് വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. കാരണം ഈ ഒരു സമയത്ത് പോകുന്നതൊക്കെ റിസ്ക് അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായി ഇരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.